നന്നാവാൻ നാം മനസ്സ് വെക്കണമെന്നും അങ്ങനെ മനസ്സ് വെച്ചാൽ നന്നാവാൻ മാത്രമല്ല നന്നാക്കാനും കഴിയും എന്ന ആണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ചെറുപ്പത്തിലെ പഠിച്ച 14 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുക. 14 കാരുണ്യ പ്രവൃത്തികൾ. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാനും കഴിയുന്ന 14. 1, വിശക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. 2, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. 3, വസ്ത്രം ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് വസ്ത്രം കൊടുക്കുന്നത്. 4, ഭവനം, പാർപ്പിടം അതില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നത്. 5, രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നത്. 6, ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവശരായവരെ സഹായിക്കുന്നത്. 7, മരിച്ചവരെ സംസ്കരിക്കുന്നത്. 8, അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത്. 9, സംശയമുള്ള ആളുകളുടെ സംശയം തീർത്തു കൊടുക്കുന്നത്. 10, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത്. 11, തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുന്നത്. 12, ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത്. 13, അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുന്നത്. 14, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയും. കാരണം നമ്മുടെ പ്രാർത്ഥന വഴിയായിട്ട് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ കഴിയും എന്ന് പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളവർക്കും ദൈവത്തിൽ വിശ്വാസമുള്ളവർക്കും അറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ തീരുമാനത്തെ പോലും മാറ്റാൻ കഴിയുന്ന ശക്തിയുള്ള ആ പ്രാർത്ഥന അതും ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ദുഃഖങ്ങളാലും ദുരിതങ്ങളാലും വേദനകളാലും സങ്കടങ്ങളാലും ഒറ്റപ്പെടലുകളാലും വിഷമിക്കുന്നവരെ ഓർത്ത് അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുണ ചോദിക്കുന്നത് അതൊരു പ്രാർത്ഥനയാണ്, അതൊരു കാരുണ്യ പ്രവർത്തനയുമാണ്. അങ്ങനെയുള്ളൊരു കാരുണ്യ പ്രവൃത്തിയെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് ചെറുപ്പത്തിൽ പഠിപ്പിച്ച അല്ലെങ്കിൽ പഠിച്ച 14 കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത്. മദർ തെരേസയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ആഹ്വാനമുണ്ട് ഈ കാര്യത്തിൽ. ഒരു കാരുണ്യ പ്രവൃത്തികളും ചെയ്യാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നാണ്. എന്തെങ്കിലും ഒരു കാരുണ്യ പ്രവൃത്തി ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം ആ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലെ ശൂന്യമായ ദിവസമാണ്, പാഴായിപ്പോയ ദിവസമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പാഴായി പോകുന്ന ദിവസം അവരുടെ ജീവിതത്തെ പാഴാക്കിയ ദിവസമാണ് എന്ന് നമ്മൾ മറക്കരുത്. നമ്മുടെ അനാസ്ഥ കൊണ്ടോ നമ്മുടെ വീഴ്ച കൊണ്ടോ നമ്മുടെ ഉപേക്ഷ കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു അഹങ്കാരം കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു നന്മ നാം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ലഭിക്കാൻ അർഹത ഉള്ള ഒരാളുടെ ജീവിതമാണ് അതുമൂലം പാഴായിപ്പോയത്, അല്ലെങ്കിൽ നാം പാഴാക്കിയത്, അല്ലെങ്കിൽ സങ്കടത്തിലാക്കിയത്. ഈ ഒരു ചിന്ത നമുക്ക് വന്നാൽ ഒരുപാട് മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ കഴിയും. ഈ മനസ്സ് നമുക്ക് വയ്ക്കാൻ കഴിയും. മനസ്സ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നാവാനും കഴിയും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാരുണ്യ പ്രവൃത്തി അത് നമ്മുടെ ഒരു കടമ മാത്രമല്ല, അവരുടെ അവകാശങ്ങളുടെ കൂടിയാണ് എന്ന് മാത്രമല്ല, അത് നാം ചെയ്യാതിരുന്നാൽ അതുവഴിയായിട്ട് ഒരു ജീവിതമാണ്, മറ്റൊരാളുടെ ജീവിതമാണ്, മറ്റുള്ളവരുടെ ജീവിതമാണ് യഥാർത്ഥത്തിൽ തകരാറിലാവുന്നത് അല്ലെങ്കിൽ നശിക്കുന്നത്. അതിനും നാം കണക്ക് കൊടുക്കേണ്ടി വരും, ഉത്തരവാദികളാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മെ നയിക്കട്ടെ. അത് കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ചിന്തയായിരിക്കട്ടെ നമ്മെ നയിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.